ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥ തുടരാം. ഉത്തങ്കൻ്റെ കയ്യിൽ നിന്നും തക്ഷകൻ കുണ്ഡലങ്ങൾ സ്വന്തമാക്കി. കുണ്ഡലങ്ങൾ തട്ടിയെടുത്തു. എന്നാൽ കുണ്ഡലങ്ങൾ തിരികെ കിട്ടാനായി ഉത്തങ്കൻ നാഗങ്ങളെ സ്തുതിക്കുകയാണ്. തക്ഷകനെയും മറ്റ് നാഗങ്ങളെയും ഇപ്രകാരം ഉത്തങ്കൻ സ്തുതിക്കുകയാണ്. ഐരാവതം നാഥനായി വിളങ്ങുന്നോർ പോരിൽ വിളങ്ങും ഫണീശ്വരന്മാർ. ചണ്ടമരുത്തിങ്കൽ മിന്നലണിഞ്ഞുള്ള കൊണ്ടലിൻ കാന്തി കലർന്നു നിൽപ്പോർ. സൗമ്യമായി നാസാസ്വരൂപത്തിൽ മിന്നുന്നോർ കൽമാഷ ശ്രീമണി കുണ്ഡലന്മാർ. വാനിൽ ദിനകര ശോഭ കലർന്നിടും ഐരാവത കുലജാതരായോർ. ഗംഗതനുത്തരതീശേ വസിക്കുന്ന മംഗളശ്രീയെഴും പകന്നരെ. നിങ്ങളെയൊക്കെയും വാഴ്ത്തിസ്തുതിക്കുന്നോൻ ഭംഗമൊഴിഞ്ഞ ശുഭം ഭവിക്കാൻ. സൂര്യാംശുസേനയിൽ ഐരാവതമന്യേ യാരുണ്ടു സഞ്ചരിപ്പാൻ സമർത്ഥൻ. നാഗരാജാവാം ധൃതരാഷ്ട്രൻ തന്നെ പ്രഗ്രഹമേറെ സഹസ്രമല്ലോ. എല്ലാവരും മന്ദനാമായവനെത്തന്നെയല്ലയോ പിന്തുടർന്നു ദൂരം. ആയവൻ തന്നെ ജ്യേഷ്ഠരായി മേവുന്നോരായത രൂപരെ കൊടുപ്പിന്നേൻ. മുന്നം കുരുക്ഷേത്രത്തിങ്കൽ വസിച്ചോരു മന്ദനാം തക്ഷകനാഗമേ. ഞാൻ ഗാണ്ഡവത്തിങ്കൽ വസിച്ചോരു നിന്നെ ഞാൻ കുണ്ഡലലബ്ധിക്കായി കൂപ്പിടുന്നേൻ. നിത്യവും നീ അശ്വസേനയുമായി തെളിഞ്ഞെത്തുന്നതോർത്തു ഞാൻ കുമ്പിടുന്നേൻ. പണ്ടു കുരുക്ഷേത്രത്തിൽ നീ വാഴ്കവേയുണ്ടായതു ശ്രുതസേനനല്ലോ. ശോഭ വഹിക്കുന്ന നാഗേന്ദ്ര മഹാത്മ്യം ആദിയിൽ കാത്തു സൂക്ഷിച്ചിടുന്നോൻ. അമ്മഹാത്മാവും നാഗാധിരാജനെ ചെമ്മേ തൊഴുന്നേൻ ഞാൻ 100 വട്ടം. ഇങ്ങനെ സ്തുതിച്ചിട്ടും നാഗത്തിൽ നിന്നും കുണ്ഡലം കിട്ടാതെ നിൽക്കുമ്പോൾ നൂല് നെയ്ത്തു കോലിൽ കയറ്റി വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെ കണ്ടു. ആ യന്ത്രത്തിൽ കറുത്തതും വെളുത്ത കളറിലുമുള്ള നൂലുകളും 6 കുമാരന്മാർ ചുറ്റിക്കുന്നതും 12 അരങ്ങുകളുള്ളതുമായ ചക്രവും കണ്ടു. വേറെ ഒരു പുരുഷനെയും നല്ല ഒരു കുതിരയെയും കണ്ടു. അവൻ മന്ത്രപ്രായമായ ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചു. 360 പല്ലുകൾ ഈ ചക്രത്തിനുണ്ട്. 12 അരങ്ങൾ ചക്രത്തിനുണ്ട്. 6 കുമാരന്മാർ ചക്രം ചുറ്റിക്കുന്നു. ഈ യന്ത്രത്തെ തന്നികൾ വിശ്വരൂപമാകുന്ന ആരാനൂൽ കൊണ്ട് നെയ്ത്തു നടത്തുന്നു. വെളുപ്പും കറുപ്പും മാറി മാറി ഈ ഭൂതങ്ങളെയും ഭുവനങ്ങളെയും പിണച്ചു ചേർക്കുന്നു. വജ്രം ധരിക്കുന്നവനും ഭുവനം ഭരിക്കുന്നവനും നമുജിയുടെ കാലനും മൃതന്റെ കാലനും കൃഷ്ണാംബരം ചാർത്തുന്നവനും ആയ ഈശൻ സത്യനിർതങ്ങളെ വേർതിരിക്കുന്നു. അമ്പസ് ഉൾക്കൊണ്ട ആദ്യനായ അഗ്നിയാകുന്ന അശ്വത്തെ വാഹനമാക്കി വയ്ക്കുന്നവനും 3 പാരിൻ്റെയും ഈശനുമായ പുരന്ദരൻ കനിയുന്നത് ഞാൻ കൈതൊഴുന്നു. ആ പുരുഷൻ ഉത്തങ്കനോട് പറഞ്ഞു, നിന്റെ സ്തോത്രത്താൽ ഞാൻ സന്തോഷിക്കുന്നു. നിനക്ക് എന്തിഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടത്? ഉത്തങ്കൻ പറഞ്ഞു, നാഗങ്ങൾ എനിക്ക് സ്വാധീനമാകണം. പുരുഷൻ പറഞ്ഞു, നീ ഈ കുതിരയുടെ ഗുദദ്വാരത്തിൽ ഊതുക. ഉത്തങ്കൻ കുതിരയുടെ ഗുദദ്വാരത്തിൽ ഊതുമ്പോൾ കുതിരയുടെ സർവ്വദ്വാരങ്ങളിൽ നിന്നും അഗ്നി പുറപ്പെട്ടു. നാഗലോകം പുകയുവാൻ തുടങ്ങി. തക്ഷകൻ സംഭ്രമിച്ചു. അഗ്നി ഭയം മൂലം വിഷണ്ണനായി കുണ്ഡലങ്ങളുമെടുത്ത് ഭവനത്തിൽ നിന്ന് പുറത്തുവന്ന് ഉത്തങ്കനോട് പറഞ്ഞു, ഇതാ കുണ്ഡലങ്ങൾ, അങ്ങ് വാങ്ങിയാലും. ഉത്തങ്കൻ അത് വാങ്ങി കുണ്ഡലം കയ്യിൽ വെച്ചു വിചാരിച്ചു, ഇന്നാണല്ലോ ഗുരുപത്നിയുടെ ആ പുണ്യദിനം. ഞാൻ വളരെ ദൂരത്തായിരിക്കുന്നു. ഞാൻ പറഞ്ഞ പ്രകാരം ഇന്ന് എങ്ങനെ അവിടെ എത്തും എന്ന് വിഷാദത്തോടെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ആ പുരുഷൻ പറഞ്ഞു, ഉത്തങ്ക, ഈ കുതിര പുറത്തു കയറിക്കൊള്ളുക. ക്ഷണത്തിൽ നിന്നെ ഗുരുകുലത്തിലെത്തിക്കാം. അവൻ ഉടനെ കുതിരപ്പുറത്തു കയറി ക്ഷണത്തിൽ ഗുരുകുലത്തിലെത്തി. അപ്പോൾ ഗുരുപത്നി കുളിച്ച് തലമുടി വേർപെടുത്തിക്കൊണ്ട് ഉത്തങ്കൻ വന്നില്ലല്ലോ എന്ന് വിഷാദിച്ചു ശപിക്കുവാൻ വിചാരിച്ചു. പെട്ടെന്ന് ഉത്തങ്കൻ ഗുരുപത്നിയുടെ മുൻപിൽ എത്തി ദേവിയെ അഭിവാദ്യം ചെയ്തു. ദേവി ഉത്തങ്കൻ കുണ്ഡലങ്ങൾ ദേവിക്കായി കൊടുത്തു. ഗുരുപത്നി പുഞ്ചിരിയോടെ കുണ്ഡലം വാങ്ങി ഉത്തങ്കനോട് പറഞ്ഞു, ഉണ്ണി ഉത്തങ്ക, നിനക്ക് സ്വാഗതം. വേണ്ട സമയത്ത് നീ എത്തിക്കേണ്ട ദിക്കിൽ എത്തി. ഉണ്ണി, നിർദോഷിയായ നിന്നെ ഞാൻ ശപിച്ചേനെ. നിനക്ക് ശ്രേയസ് വന്നുകൂടും. അവിടെ നിന്ന് ഉത്തങ്കൻ ഉപാധ്യായനെ അഭിവാദ്യം ചെയ്തു. ഗുരു അവനോട് പറഞ്ഞു, ഉണ്ണി ഉത്തങ്ക, നിനക്ക് സ്വാഗതം. ഇത്ര താമസിച്ചത് എന്തുകൊണ്ട്? ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.